ജഡ്ജസ് യെസ്. നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തിൽ വിളിക്കുകയാണ്. പെപ്പി സോങ് ആണോ? വേഗം വെച്ചോളൂ. കാരണം ഒരു ജോൺസൺ ചേട്ടന്റെ പാട്ട് കേട്ട് ഇങ്ങനെ നമ്മൾ കുളിരാർന്ന് ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് മധുചേട്ടന്റെ പിന്നെ നമ്മളെ ചൂടാക്കാൻ ഒരു എനർജറ്റിക് സോങ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അക്ഷരമാലയുടെ പാട്ട് വന്നപ്പോ എനിക്ക് ആ പഴയ എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തേക്കൊക്കെ ഞാൻ ചിന്തിക്കേണ്ടി വന്നു. ചിന്തിച്ചു പോയി പെട്ടെന്ന്. ആ ടൈമിലാണല്ലോ ഇത് പഠിച്ചത്. അതെങ്ങനെ നല്ല കാലമായിരുന്നു? അതോ നല്ല കാലമായിരുന്നു, വളരെ നല്ല കാലം. ക്ലാസ്സിന് പുറത്തായിരുന്നോ? ക്ലാസ്സിന് പുറത്തായിരുന്നോ? ക്ലാസ്സിന് പുറത്തും അകത്തും എല്ലായിടത്തും ഈ അക്ഷരമാല. അങ്ങനെയല്ല മഞ്ജരി, ടീച്ചേഴ്സിനായിരുന്നു കഷ്ടകാലം. നല്ല കാലമായിരുന്നു. എന്നെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കാലം, ഒരു കാലമായിരുന്നു അത്. മധുചാന്റെ കുട്ടിക്കാലത്തിന് പറ്റും. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ പഠിക്കുന്ന കാര്യത്തിലായിരുന്നു കൂടുതൽ ആവേശം, അതോ സംഗീതം ആവേശം ഉണ്ടായിരുന്നില്ല? കലാരംഗത്ത് തന്നെയായിരുന്നു ആവേശം. ഓക്കെ, മഞ്ജരിയോ? ഈ സ്കൂളിൽ പോകുന്നതേ ഇഷ്ടമായിരുന്നില്ല. സത്യത്തിൽ എനിക്കും അതേട്ടാ. ഒരു താല്പര്യമില്ല. രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് പാല് കുടിക്കുക എന്ന് പറയുന്നതേ ഇഷ്ടമല്ല. ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് ക്ലാസ്സിൽ പോയത്? അതെ, അത് സമയം കിട്ടില്ലല്ലോ. എണീറ്റ് ഉടനെ നേരെ പെട്ടിയും സൗന്ദര്യത്തിന്റെ രഹസ്യം അല്ലേ? ഇപ്പൊ എന്റെ ഇളയ മോൻ ഇപ്പൊ ഓപ്പൺ സ്കൂൾ അതാണ് പഠിക്കണേ. അതായത് പരീക്ഷയ്ക്ക് വേണ്ടി പോയാൽ മതി. ഞാൻ ആലോചിക്കായിരുന്നു സുഖമായിരുന്നു ഇങ്ങനെയൊക്കെ. മഞ്ജരി ഏത് സ്കൂളിലാണ് പഠിച്ചേ? ഞാൻ മസ്കറ്റിലാണ് പഠിച്ചത്, അൽ വാദി അൽ ഖബീർ. ഓക്കെ, അപ്പൊ ആശേച്ചിയുടെ കുട്ടിക്കാലം സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞതൊന്നും ഒട്ടും വ്യത്യസ്തമല്ല. നല്ല മടിച്ചിയും ഉഴപ്പിയും ഒക്കെ ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ അങ്ങനെയൊക്കെ പഠിച്ച് കോളേജും കാലടി ശ്രീ ശങ്കര കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. ഓക്കെ, അങ്ങനെയൊക്കെ ഡാൻസും കുറച്ച് പഠിത്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പൊ നമ്മളിതാ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ചെന്നൈയിൽ കോളേജിൽ പഠിച്ച ഒരാളുണ്ട്. ആളെ നമുക്ക് മത്സരത്തായിട്ട് കൊണ്ടുവരാം. ആയിക്കോട്ടെ. എന്തായാലും ഒരു പെപ്പി സോങ്സ് റൗണ്ടിൽ തന്നെ ആയിക്കോട്ടെ ആ ഒരു പെർഫോമൻസ്. ശ്രുതി എസ് ബാബു ആയിരിക്കും. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രുതി എസ് ബാബു. പെപ്പി സോങ്സ് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. അതിൽ മീൻ എന്ന ചിത്രത്തിലെ ദാസാറ് പാടി അനശ്വരമാക്കിയ ഉല്ലാസപൂത്തിരികൾ എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. ഞാൻ വരാൻ പോകുന്നത് വേറൊരു ഗെറ്റപ്പിലാണ്. അപ്പോൾ അതൊക്കെ സ്റ്റേജിൽ കാണാം. നന്നായി അടിച്ചു പൊളിച്ച് പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ശ്രുതി എസ് ബാബുവിനെ ഈ ഗെറ്റപ്പിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഇത് ഉഗ്രനായിട്ട് കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യണേ ശ്രുതിക്ക്. സൂപ്പർ സ്റ്റൈലിഷ്. ശീലമാക്കിക്കോളൂ. നമ്മൾ നേരത്തെ ചെന്നൈ കോളേജിൽ പഠിച്ച ആളാന്ന് പറഞ്ഞോളൂ. കോളേജിൽ നേരെ ഇറങ്ങി വന്ന പോലെ. അതെ, ശരിക്കും കോളേജ് കുട്ടി. അടിപൊളി. ഒരു തകർപ്പൻ പെപ്പി സോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡെയിൻ, താങ്ക് യു.
കലക്കി. ശ്രുതി, നമ്മൾ തുടക്കത്തില് ചുമ്മാ തമാശക്ക് കോളേജിൽ നേരെ ഇറങ്ങി വന്നാന്നൊക്കെ പറഞ്ഞു. ആ കോളേജ് സ്റ്റുഡന്റിന്റെ അതേ എനർജിയോട് കൂടിയിട്ടാണ് പാടിയത് അല്ലേ? അതെ അതെ അതെ. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മതിച്ചേട്ടാ, നല്ല രസമുണ്ടായിരുന്നു പാട്ട് പാടുന്നത് കേൾക്കാനും കാണാനും. ആ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്തല്ലോ, അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉഗ്രനായിരുന്നു ശ്രുതി. പിന്നെ ശ്രുതി പ്രശ്നമായിരുന്നു, ഒട്ടും പ്രശ്നം ഉണ്ടായിരുന്നില്ല. താളം അത് പോയോ? ചെറുതായിട്ട് പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ആ ഒരു എനർജി, ഭാവം പാട്ടിന്റെ അത്യാവശ്യം വേണ്ട ഇതുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് ഏറ്റവും പേടി ലിറിക്സ് ആയിരുന്നു. ലിറിക്സ് അത് കറക്റ്റ് ആയിട്ട് തോന്നുന്നു. അത് വളരെ കറക്റ്റ് ആയിട്ട് തോന്നുന്നു. അതെ, ലിറിക്സ് വളരെ കറക്റ്റ് ആയിരുന്നു. പിന്നെ അതിന്റെ ഒരു എനർജി അത് ഇത്തിരി കുറയുന്നു വിചാരിച്ചു. അതും വളരെ നന്നായി. അതുകൊണ്ട് ഞങ്ങൾ ശ്രുതിക്ക് വേണ്ടി തരികയാണ് എന്ത് ഗോൾഡൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. മഞ്ജരി, എന്താ പറയാ, എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ഉഗ്രൻ പെർഫോമൻസ്. അല്ല, പിന്നെ അത് മാത്രല്ല, എന്റെ പേര് മഞ്ജരിയുടെ പേര് എന്തൊക്കെയാ, എന്റെ പേര് 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ടു പറഞ്ഞു. തേൻ മഞ്ജരി, തേൻ മഞ്ജരി. ഈ പാട്ട് പാടാനുള്ള എന്റെ പേര് മാത്രമേ പേര് പറയാനുള്ള ആശയുണ്ടായിരുന്നു. രാഗം നീല താളം നീയല്ലേ, പിന്നെ ബാക്കി ആത്മസംഗീത ശില്പം എന്റെ ദൈവമേ, എന്തൊക്കെയായിരുന്നു. ശില്പിട്ട് തരായിരുന്നു ആ സൈഡിലോട്ട്. സോറി, നമ്മളിങ്ങനെ തമാശക്ക് മധുമഞ്ജരി എന്നൊക്കെ പറയാറുണ്ടല്ലേ, ഇതില് പാട്ടിൽ ശരിക്കും ഉണ്ട് തേൻ മഞ്ജരി. എന്താ തേൻ മഞ്ജരി? അപ്പോഴും ഞാൻ ചേച്ചിയെ നോക്കി, ചേച്ചി കണ്ടില്ല. ഞാൻ കണ്ടു. തേൻ എന്ന് പറഞ്ഞാൽ എന്താ? തേൻ എന്ന് പറഞ്ഞാൽ മധു. ശരിയാ, അതാണ് ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത്. മനസ്സിലായി. ഓക്കെ, അപ്പൊ മഞ്ജരി താങ്ക് യു. ഗംഭീരം. താങ്ക് യു സോ മച്ച്. ശ്രുതിക്കുട്ടി, എന്തോ തീപ്പൊരി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. എൻ്റെ ഡാൻസും പാട്ടും ഓർക്കസ്ട്ര എല്ലാം കൂടെ ഒരു ഓളമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ചു, ഈശ്വര വരികളൊന്നും മറന്നു പോകല്ലേ എന്ന്. കാണാനും അടിപൊളി, എല്ലാം കൊണ്ട് ഒരു 1.5-2 പെർഫോമൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. കൺഗ്രാറ്റ്സ് ശ്രുതി. കീപ് ഗോയിങ് കേട്ടോ, ഇങ്ങനെ കയറി വരട്ടെ. ശ്രുതി, ഹാപ്പി ആയല്ലോ? അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ പെർഫോമൻസിന് ഗോൾഡൻ ബെസ്റ്റ് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നവരെ നമ്മൾ കാത്തിരിക്കണം. ഈ ആഴ്ച ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കാനുള്ള ഭാഗ്യം ശ്രുതിയുടെ കൂടെ ഉണ്ടോ എന്നറിയാം. ഓക്കെ, എന്തായാലും നമുക്ക് കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. ഈ പ്രാവശ്യം നമുക്ക് തിരിച്ചു പിടിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആശേച്ചി, മതിച്ചേട്ടാ, മഞ്ജരി, എന്തോ പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഒരേ കട്ടൻ ചായ എടുത്താലോ? ഗുഡ് ഐഡിയ. കൂടുതല് ജോൺസൺ എന്ത് പറയുന്നു? അല്ല, എനിക്ക് വേണ്ട. ജോൺസൺ മാഷിന്റെ പാട്ടും അതിന്റെ കൂടെ കട്ടൻ ചായയും മഴ ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പൊ ജോൺസൺ മാഷിന്റെ പാട്ട് പാടാനായിട്ട് നമ്മുടെ മത്സരാർത്ഥി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ മത്സരാർത്ഥി നമുക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത ജയകുമാർ. ഇപ്രാവശ്യം ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ജോൺസൺ മാസ്റ്റർ ഹിറ്റ് റൗണ്ടിലാണ്. അതിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സ്നേഹസാഗരം എന്ന മൂവിയിലെ തങ്കനില പട്ടെടുത്തു എന്ന സോങ് ആണ്. ഇതിലും എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഹലോ, ജോൺസൺ മാഷിന്റെ പാട്ട് പാടാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും മാഷിന്റെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട്. കട്ടൻ ചായ ഇപ്പൊ വരും. All the best. Thank you. All the best, Amrita. Thank you, sir. All the best, Mola. Thank you, sir.
കാവടികൾ വെരി നൈസ്, വെരി Nice, നൈസ്, nice. ഗുഡ് ഗുഡ്. ഈ കട്ടൻ ചായക്ക് ഇത്രയും സ്വാദ് ഉണ്ടായിരുന്നു എന്ന് ഈ പാട്ടിന്റെ കൂടെ കുടിച്ചപ്പോൾ മനസ്സിലായത്. സത്യം ഡെയിൻ, അതാ. ഞാൻ ഇപ്പോ ഈ വാചകം മധുവിനോട് പറഞ്ഞ നാവെടുത്തിട്ടേ ഉള്ളൂ. ആണോ? ഇത്രയും രുചികരമായിട്ട് ഒരു കട്ടൻ ചായ കുടിച്ച സമയമില്ല, ഇത്ര രുചികരമായ ഒരു കട്ടൻ ചായ കുടിച്ചിട്ടില്ല എന്ന് ആ സത്യസന്ധമായിട്ട് രുചി വന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ജോൺസൺ ചേട്ടന്റെ പാട്ട്. എക്സാക്ട്ലി ഇപ്പൊ പറഞ്ഞ അതിവിടെ നാവെടുത്തേ അമൃത ഉള്ളൂ. പാടി അതാണ് അല്ലേ? അതെ. അമൃത എങ്ങനെ നന്നായി പാടിയോ? ഞങ്ങള് കട്ടൻ ചായ കുടിക്കുന്നു, പാട്ട് ആസ്വദിക്കുന്നു. ഞങ്ങൾക്ക് ശരിക്കും അല്ലേ, ഞാൻ അതെ, അതെ. ശരിക്കും ആസ്വദിച്ച് പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ഞാനും. ചായ കുടിച്ചോണ്ടിരിക്കുന്നു, അമൃതയുടെ നല്ല ശബ്ദത്തിൽ ജോൺസൺ മാഷിന്റെ പാട്ട് കേൾക്കുന്നു. അമൃത ആസ്വദിച്ചോ പാട്ട് പാടിയപ്പോ? ആസ്വദിച്ചു. പ്രശ്നങ്ങളും കണ്ടെത്തിയോ? സ്വയം വിലയിരുത്തിയിട്ടുണ്ട് അല്ലേ? ശരി, അപ്പൊ എന്തായാലും ഈ പാട്ട് ആസ്വദിക്കുന്ന ഇടയിൽ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയോ ജഡ്ജസ്? പിന്നെ അതിനിട്ടല്ലേ നമ്മൾ ഇവിടെ ഇരിക്കണേ. അതെ, അപ്പൊ കൊടുങ്കാറ്റ് വേണോ ഇളം കാറ്റ് വേണോ? നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കണ്ടേ? അതെ, അപ്പൊ രണ്ടും വേണല്ലോ. വേണം. അപ്പൊ ഇളങ്കാറ്റിൽ നിന്ന് തുടങ്ങാല്ലേ? എങ്ങനെയായാലും കുഴപ്പമില്ല. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ആ ചേച്ചി ഒരു ചെറിയ കാറ്റോട് കൂടി തുടങ്ങിക്കോളൂ. ശരിക്കും ഞാനൊരു കട്ടൻ ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. ഓക്കെ. ഹാ, ഈ കട്ടൻ ചായയുടെ രുചി പോലെ അതിലെ രുചികരമായിരുന്നു മോളുടെ പാട്ട്. താങ്ക് യു ചേച്ചി. നല്ല രസമുണ്ടായിരുന്നു. ഡെയിൻ പറഞ്ഞതുപോലെ ചെറിയൊരു മഴ, ഇങ്ങനെ കസേരയിൽ ചാരിയിരുന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പല പല ഓർമ്മകളുമായിട്ട് അതെ. ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സമയത്താണ് മോൾ ഇങ്ങനെ മോളുടെ ശബ്ദം ഇങ്ങനെ എൻ്റെ കാതുകളിൽ വന്ന് വീണത്. ആഹാ ഹാ, എന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. ഭയങ്കര രസമായിട്ട് പാടി, അതിമനോഹരമായിട്ട് പാടി. സോ 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 സ്വീറ്റ്. ഓൾ ദി ബെസ്റ്റ് ചക്കരെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആ ചേച്ചി. മത്സ്യേട്ടാ? പാട്ട് നല്ല സെലക്ഷൻ, ഉഗ്രൻ സെലക്ഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അത് ജോൺസൺ ചേട്ടൻ്റെ പാട്ടായതുകൊണ്ട് മെയിനായിട്ട്. പിന്നെ അമൃത പാടിയതിൽ ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു, നല്ല രസമുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. എനിക്ക് പ്രശ്നം തോന്നിയത് ബ്രത്ത് പ്രോബ്ലമാണ്. ആ ബ്രത്ത് പ്രോബ്ലം എന്തായാലും ശരിയാക്കണം. ഗ്രൂമേഴ്സ് പറഞ്ഞിട്ട് ചെറിയ ചെറിയ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു രാമ എന്നുള്ള മന്ത്രം, ഒരു നാമം, അത് ഇപ്പോൾ നമ്മൾ ശ്വാസം മുഴുവൻ ഉള്ളിലേക്ക് എടുക്കുക. രാമ 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 രാമ. ഓ, അങ്ങനെ
അങ്ങനെ ഒറ്റ ശ്വാസത്തിൽ മാക്സിമം എത്ര പറയാൻ പറ്റും എന്നുള്ളത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പതുക്കെ പതുക്കെയാണ് അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ശ്വാസം മുഴുവൻ ഇങ്ങനെ തുറന്നു വിടരുത്. അപ്പോൾ ഞാൻ രാമ 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 എന്ന് ഒരേ ലെവലിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലെങ്ത് കുറയും. രാമ 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 ഇങ്ങനെ ഇവിടെ നിന്ന് പിടിച്ചു വെക്കുക, പതുക്കെ റിലീസ് ചെയ്യുക വോയിസ്. അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. പിന്നെ ഹമ്മിങ്ങിൻ്റെ കുറച്ച് ഹമ്മിങ് പാടിയത് കുറച്ച് ഫ്ലാറ്റായി, ചില സ്ഥലത്ത് ചിലതൊന്ന് ഷാർപ്പായി, അങ്ങനെ ഒരു സ്റ്റഡി അല്ലാത്ത രീതിയിലായിരുന്നു ഹമ്മിങ് ആദ്യത്തെ ഫസ്റ്റ് ഹമ്മിങ്. പിന്നെ വേറെ എന്തെങ്കിലും സംഭവിച്ചോ? ലിറിക്സ്. ഒരു വാക്ക് കടമെടുത്തു, ഒരു ലൈൻ അല്ലേ? ശരവണ പൊയ്കയിൽ അലയൊതുങ്ങി, അതെടുത്ത് അനുപല്ലവിയിൽ പാടി. ചരണത്തിൽ എന്താ പാടിയേ? ശരവണ പൊയ്ക തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് നിന്ന് പോവാതെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തല്ലോ, അതിന് വലിയൊരു കൈയടി കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെയാണ് എനിക്കിന്ന് തോന്നിയ പ്രശ്നങ്ങൾ. മെയിൻ ആയിട്ട് ബ്രത്ത് പ്രോബ്ലം, ശ്രുതി സ്റ്റഡി ആവുന്നില്ല, അതുകൊണ്ട് തന്നെ മെയിനായിട്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജരി. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതിലൊരു പ്രത്യേക സംഗതി അമൃത പാടിയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും ഫസ്റ്റ് ലൈൻസില്ലേ, അത് ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു എന്താ പറയുക, സിൽക്കി ആയിട്ടുള്ള ഒരു വോയിസ് പോയ പോലെ, മുടി പോലെ സിൽക്കി. ശരിക്കും അത് ആ സ്ഥലം ഒക്കെ അമൃത അറിഞ്ഞു പാടിയെന്ന് തന്നെ പറയണം. പിന്നെയുള്ള ഒരു സ്റ്റഡി ആവാൻ കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ആവാമായിരുന്നു. അമൃത പാടിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ജോൺസൺ ചേട്ടൻ്റെ ഒരു മനോഹരമായ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നില്ലേ കാണാൻ? അത് ഇവിടെ വരച്ചുണ്ടാക്കിയത് ഇവിടുത്തെ ക്രിയേറ്റീവ് സെക്ഷനിലെ യദു കൃഷ്ണനാണ്. അതിമനോഹരമാണ്, നല്ല രീതിയിൽ ഗ്രാഫിക്സ്. അതെ. അപ്പൊ എന്തായാലും അമൃത, നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കാലി ഗ്ലാസ് ആയിരിക്കുകയാണ്, കട്ടൻ ചായ ഒക്കെ കുടിച്ച് തീർന്നു. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് റിസൾട്ട്. ഈ ജഡ്ജ്മെന്റ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? നമുക്ക് പോസിറ്റീവ് ആയിരിക്കോ, കുറച്ച് പ്രശ്നമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കോ? ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്താ പറയാൻ പറ്റാത്തത്? ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അന്തിമ പോരാട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഏതാനും ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ ആരാണ് വിജയിക്കാൻ പോകുന്നതെന്ന് നമ്മളെല്ലാവരും അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മത്സരം കടുപ്പമേറിയതായിരിക്കും, റിസൾട്ടും കടുപ്പമേറിയതായിരിക്കും. അപ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും. ഇപ്പോൾ ജോൺസൺ മാഷ് ഹിറ്റ്സ് എന്ന് പറയുന്ന ഈ റൗണ്ടിൽ അമൃത പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജഡ്ജുകൾ തന്നിരിക്കുന്ന മാർക്കൊക്കെ കൂട്ടി നോക്കുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഐ എം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. ഓക്കെ, പക്ഷെ നമ്മൾ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഡേഞ്ചർ സോൺ സമയത്ത് ഏറ്റവും നന്നായി പാടാൻ കോൺഫിഡൻസ് ഉള്ള ഒരു പാട്ട് സെലക്ട് ചെയ്ത് ഇവിടെ വന്ന് പാടുക, തിരിച്ചു വരിക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ജഡ്ജസ്, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഇന്നത്തെ മത്സരം അവസാന ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും 10 മ്യൂസിക്കൽ വോയിസിന്റെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി 11ാമത്തെ ആളാണ് വരാൻ പോകുന്നത്. ഇന്നത്തെ അവസാനത്തെ പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എനർജറ്റിക് ആവാം, സോങ്സ് ആവാം. അപ്പൊ പെപ്പി സോങ്സ് റൗണ്ടിലാണ് അടുത്ത മത്സരത്തിൽ പെർഫോം ചെയ്യാൻ വരുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ജോയ്സ്. ഇതുവരെ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇനി അടുത്തതായി പാടാൻ പോകുന്നത് പെപ്പി റൗണ്ടിലാണ്. ശ്യാം സാർ സംഗീതം ചെയ്ത് യേശുദാസ് സാർ പാടി നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്, ശരത്കാല സന്ധ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ല അടിച്ച് പൊളിച്ച് നന്നായി പാടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നേരിട്ട് ഫ്ലോറിൽ കാണാം. കുട്ടി അങ്ങ് മോഡേൺ ആയിപ്പോ അല്ലേ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതെ, ഈ തിളക്കുമായിട്ട് ആ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കുന്ന രംഗൊന്ന് ആലോചിച്ച് നോക്കി, ആ ഫ്രെയിം ഒന്ന് ആലോചിച്ച് നോക്കിയേ ജോയ്സ്. അപ്പൊ പെർഫോമൻസ് അടിപൊളിയായിട്ട് ചെയ്യുക, ആ ഗോൾഡൻ ചെയർ നേടിയെടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂച്ചോട്ടിൽ ജലദേവതേ അറിയാതെ നീ കരഞ്ഞില്ലേ അതിനായി ഞാനോ നോവുന്നു ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂച്ചോട്ടിൽ ജലദേവതേ അറിയാതെ നീ കരഞ്ഞില്ലേ അതിനായി ഞാനോ നോവുന്നു ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു ഞാനീ നിമിഷം രാവും ബോധമായി നിനക്കായി മാത്രം പാടുന്നു ഞാൻ നിനക്കായി മാത്രം പാടുന്നു ഞാൻ നിനക്കായി മാത്രം പാടുന്നു ഞാൻ വെരി ഗുഡ് വെരി ഗുഡ് ജോയ്സ് ഇതാരാള് പുതിയൊരാള് അല്ലേ എന്ത് അതെ energy. നമ്മുടെ ഗഡിയൊരു വെറൈറ്റി ഉണ്ട് അല്ലേ അല്ലേ? അതെ അപ്പൊ എന്തായാലും ജോയ്സിന്റെ പെർഫോമൻസിനുള്ള ജഡ്ജ്മെന്റ് നമുക്ക് കേൾക്കാം. മഞ്ജരി, ചോയ്സ് എന്ത് സൂപ്പർ സോങ് സെലക്ഷൻ
ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ തന്നെ നമ്മളൊന്ന് സടകുണഞ്ഞെണീക്കും. ആഹാ ഇനിയിപ്പോൾ ഡാൻസ് കളിക്കാമല്ലോ എന്നുള്ളൊരു രീതിയിൽ അത് ആ പാട്ട് അതിൻ്റെ ജോഷിൽ തന്നെ പ്രസൻറ്റ് ചെയ്തു ജോയ്സ്. താങ്ക് യു ചേച്ചി. എനിക്കതിൽ ചില അക്ഷരങ്ങൾ പാടുമ്പോഴാണ് ജോയ്സ് ഒരു ശ്രുതി ചേരാത്ത മാതിരി തോന്നുന്നത്. ഈ ഡബിളായിട്ട് വരുന്ന അക്ഷരങ്ങൾ പാടുമ്പോഴത്തേക്ക് ശ്രുതി ചേരാതിരിക്കാനൊരു ടെൻഡൻസി വരും. അതൊന്ന് ശ്രദ്ധിക്കണം ജോയ്സ്. അപ്പോൾ ഈ 2 അനുപല്ലവിയിലും ചരണത്തിലും വരുന്ന ഈ ചടുലമായ വരികൾ ആ സ്ഥലത്ത് കുറച്ചുകൂടി ഒന്ന് ഗ്രിപ്പ് ആവാമായിരുന്നു എന്നും കൂടി എനിക്കൊരു അഭിപ്രായമുണ്ട്. അതല്ലാതെ ജോയ്സിന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. God bless you. താങ്ക് യു ചേച്ചി. ചേച്ചി ജോയ്സ് എന്ത് ഇന്ന് മിന്നും താരമാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ പളപളയുള്ള ഡ്രസ്സും ഹെയർ സ്റ്റൈലും കമ്മലും പാട്ടും ഡാൻസും എല്ലാം കൂടെ ചേർന്നിട്ട് ജോയ്സ് ഒരു മിന്നുന്ന തിളങ്ങുന്ന യുവർ എ സ്റ്റാർ ടുഡേ. നല്ല രസമുണ്ടായിരുന്നു പാട്ട് പാടുന്നതും കേൾക്കാനും കാണാനും. കാര്യം ഡാൻസേഴ്സ് ബാക്ക് ഡ്രോപ്സ് എല്ലാം കൂടെ ചേർന്നപ്പോൾ ഉണ്ടല്ലോ സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. സിനിമയിലൊരു വിഷ്വൽ കണ്ടാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഓർക്കസ്ട്ര, നമ്മളുടെ ഓഡിയൻസ് എല്ലാവരുടെയും കൂടെ ഒരു അപ്ലോസും കൂടി ആയപ്പോഴത്തേക്കും പറയാൻ വാക്കുകളില്ല മോളെ. സൂപ്പർ ചക്കരേ സൂപ്പർ. താങ്ക് യു. ജോയ്സ് എന്ത് ഓ എന്താണ് ഇന്നത്തെ ഗെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഉടുപ്പും ഒക്കെ കലക്കി, പാട്ടിന്റെ സെലക്ഷൻ ആണെങ്കിലും വളരെ നല്ല ഈ പെപ്പി സോങ്സ് റൗണ്ടിന് പറ്റിയ ഒരു പാട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. വളരെ നന്നായിട്ട് അത് ചെയ്തു. താങ്ക് യു സർ. ഈ മോഹനരാഗം അറിഞ്ഞു ഞാൻ, അതുപോലെ തന്നെ മന്മഥ മോഹം അറിഞ്ഞുവോ ചരണത്തില് ഒറിജിനൽ വോയിസ്, അതായത് സ്ട്രെയിറ്റ് വോയിസിൽ നിന്ന് ഹെഡ് വോയിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ആ ഒറിജിനൽ ശബ്ദം കട്ടായിട്ട് പെട്ടെന്ന് ഫാൾസ് വോയിസിലേക്ക് പോയി, ഹെഡ് വോയിസിലേക്ക് പോയി. അത് ശരിക്കും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മന്മഥ മോഹം അറിഞ്ഞുവോ, അവിടെ അങ്ങനെ തന്നെ സംഭവിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ നന്നായിട്ട് പാടി. ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയണതാ. നിങ്ങൾ ഇതൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു അപ്പൊ സർ. ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മച്ചേട്ടാ. ജോയ്സ്, യെസ്. മിക്സഡ് ഒരു ജഡ്ജ്മെന്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതെ. അതുകൊണ്ട് നമ്മുടെ റിസൾട്ടും കുറച്ച് പ്രശ്നമാവോ? എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ സിൽവർ ഡ്രസ് ഒക്കെ ഇട്ട് ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന്. പക്ഷെ ഈ ഒരു വീക്കിൽ നമുക്ക് ആ ഒരു ഭാഗ്യം വന്നില്ല. ഇല്ല. ഇനിയും റൗണ്ടുകളുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇനി കുറച്ച് റൗണ്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ ഷോ ദാ അവസാന ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോ റിസൾട്ട് പറയട്ടെ. പറയ്. എന്ത് റിസൾട്ട് വന്നാലും നമ്മൾ നേരിടും അതെ അല്ലെ? ജോയ്സോടെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ ഏറ്റവും കൂടുതൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ജോയ്സിന്റെ അമ്മ. അതെ. പാട്ടിന്റെ നേരത്ത് ഇവിടെ പെപ്പി സോങ് ആയിരുന്നെങ്കിലും അമ്മ ഫുൾ പ്രാർത്ഥനയിലായിരുന്നു പാട്ടിന്റെ നേരത്ത്. ജോയ്സ്, റിസൾട്ട് പറയട്ടെ. ജോയ്സിന്റെ ഇന്നത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ ജോയ്സിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് you are safe. Congratulations. താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മൾ ഈ റൗണ്ടും താണ്ടി അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇനി കുറച്ച് റൗണ്ടുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. അപ്പോ നന്നായി പ്രയത്നിച്ചോളൂ. നമുക്ക് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ കിരീടം ചൂടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഇന്നത്തെ, അതായത് നമ്മുടെ 11ാമത്തെ വീക്കിലെ എലിമിനേഷൻ നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എലിമിനേഷനിൽ എത്തിയിരിക്കുന്നത് ഒരു മത്സരാർത്ഥിയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ആ മത്സരാർത്ഥി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അമൃത. അമൃത, നമ്മൾ എന്തായാലും എലിമിനേഷൻ ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു അവസരം കൂടിയുണ്ട്. അവസരത്തിൽ നന്നായി പാടുക, തിരിച്ചത് ആ കൂട്ടത്തിൽ വന്നിരിക്കുക. ഇത് 11ാമത്തെ വീക്കാണ്. 11 പേര് ഈ ആഴ്ചയും താണ്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ടെൻഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല. ജഡ്ജസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നന്നായി മാർക്കിടണേ. അതെ, ഓൾ ദ ബെസ്റ്റ് അമൃത. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അമൃത, എന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? റിസൾട്ട്. റിസൾട്ടിനെ കുറിച്ച് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. നമ്മൾ ഇവിടെ വരെ എത്തിയ ആൾക്കാരല്ലേ, അല്ലേ? തീർച്ചയായും. അതല്ലോ ഇപ്പൊ ഹസ്ബൻഡ് ആരാന്ന് അറിയാലോ? അറിയാലോ. അതിന്റെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ഉഷാറ് കാണുന്നുണ്ട്. പല എലിമിനേഷനിൽ ഇല്ലാത്തൊരു ധൈര്യം ഈ ഒരു എലിമിനേഷനിൽ കാണുന്നു. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല, ഡ്യൂട്ടിയാണ്. വേണമെങ്കിൽ വിളിക്കാലോ. ഒരു വിളിപ്പുറത്ത് അകലെയാണ് ഹസ്ബൻഡ് ഉള്ളത്. അപ്പോൾ ജഡ്ജസ് എല്ലാവരും മാർക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ എലിമിനേഷൻ സമയത്ത് നോർമലി ടെൻഷൻ അടിച്ചിട്ടാണോ പാടാറ്, അതോ ടെൻഷൻ ഇല്ലാതെ വളരെ കൂളായിട്ടാണോ? നോർമലി ഒരു ടെൻഷൻ ഉണ്ട് എപ്പോഴും ഉണ്ട്. ഇന്ന് പക്ഷെ അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇല്ലായിരുന്നു. അതെന്തുകൊണ്ടാണ്? ശീലമായതുകൊണ്ട്. എന്തു വന്നാലും നേരിടാനുള്ള ഒരു ചങ്കൂറ്റം എലിമിനേഷനുകൾ കണ്ട് ശീലമായതുകൊണ്ടാണ്. അതായിരിക്കാം. അപ്പൊ എന്തായാലും അമൃതയ്ക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഇപ്പൊ പാടിയത്. നന്നായി പാടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആസ്വദിച്ചു. അപ്പോൾ റിസൾട്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾ എത്ര വോട്ട് നൽകിയെന്ന് അറിയണ്ടേ? വേണം. ഞാൻ ഓരോ എലിമിനേഷൻ സമയത്ത് നിങ്ങളോട് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് പാട്ടാണ്, സംഗീതമാണ്, ബന്ധമല്ല. അമൃത എന്ന വ്യക്തിയല്ല, അമൃത എന്നല്ല, മത്സരാർത്ഥികളല്ല, ഫ്രണ്ട്സിനെ അല്ല, ഇവരാരും നിങ്ങൾ കാണരുത്. നിങ്ങൾ കാണേണ്ടത് സംഗീതം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അത്ര വിശ്വാസമായതുകൊണ്ട് നിങ്ങൾ 10 പേര് അമൃതയുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് ഇവിടെ പാട്ടാണ്. അപ്പോൾ അവിടെ സ്നേഹബന്ധങ്ങൾക്ക് വില സംഗീതത്തിനാണ്. വോട്ടൊക്കെ നൽകിയല്ലോ. അമൃത ഇവിടെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈപൊക്കിയേ. അമൃത ഇപ്പൊ എലിമിനേഷൻ പാടിയ പാട്ട് കേട്ട് അമൃത ഇവിടെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും അമൃത പാടിയ പാട്ടിൽ വിശ്വസിക്കുന്നുണ്ട്. അമൃത, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ റിസൾട്ടിലോട്ട് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് 11ാമത്തെ വീക്കാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 11 മ്യൂസിക്കൽ വോയിസ് ആണ് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോഴും നിങ്ങൾ 11 പേരും സേഫായിട്ട് അടുത്ത റൗണ്ടിലോട്ട് എത്തണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും അത്രയും പ്രിയമാണ് നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ തുടരണം. നിങ്ങൾക്ക് എല്ലാവർക്കും സംഗീതത്തിലോടൊരു വലിയ ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമൃതയുടെ റിസൾട്ട് എന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലാകരുത് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം അമൃത ഇവിടെ നിന്ന് പുറത്തായാൽ അമൃത വേദനിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും വേദനിക്കും. പക്ഷേ നമുക്ക് മത്സരമാണ് വലുത്. ഇവിടെ മത്സരമാണ് നടക്കേണ്ടത്. ഇവിടെ സംഗീതത്തിൽ ആണ് നിങ്ങൾ വിജയിക്കേണ്ടത്. മത്സരം അവസാന ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സമയം കളയാതെ റിസൾട്ട് പറയാണ്. എനിക്കൊരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോ. അമൃതയുടെ അടുത്തല്ല, ഫ്രണ്ട്സിന്റെ അടുത്താണ് ചോദിക്കുന്നത്. അമൃത ഇവിടെ സേഫ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നേരത്തെ പറഞ്ഞത്. സേഫ് ആകുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ശ്രീഷ്മയ്ക്കും ആതിരയ്ക്കൊക്കെ ഒരു ഡൗട്ട് പോലെ. എല്ലാവരും കൈപോക്കിയതിന് ശേഷം കൈപോക്കാൻ. അമൃതയുടെ റിസൾട്ട് എന്ന് പറയുന്നത് അമൃത, യു ആർ പറയാ അല്ലേ? പറയൂ. സാറില്ല, അല്ല, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് നല്ല രീതിയിൽ എടുക്കും. അമൃത, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. അങ്ങനെ നമ്മൾ ഈ 11ാമത്തെ വീക്കും താണ്ടുമ്പോൾ നമ്മുടെ കൂടെയുള്ളത് 11 മ്യൂസിക്കൽ വോയിസ്.
11. Yes. അപ്പൊ എന്തായാലും നമ്മളിതാ അടുത്ത ആഴ്ച നിങ്ങൾ 11 പേരുമായിട്ടാണ് നമ്മുടെ ഈ സംഗീത യാത്ര തുടരാൻ പോകുന്നത്. അപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾക്ക് പുതിയ റൗണ്ടുകളാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. പിന്നെ ഈ ഒരു എലിമിനേഷൻ സമയത്തൊന്നും ഇവിടെ വരാതിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമൃത അവിടെ സേഫ് ആയിരുന്നല്ലോ. അപ്പോൾ 11 പേരാണ് നമ്മുടെ ഈ ഒരു ഇനിയുള്ള റൗണ്ടുകളിൽ സേഫ് ആയിട്ട് നമ്മുടെ ഈ സംഗീത യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ മത്സരം അവസാന ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജഡ്ജ്മെന്റ് ഒക്കെ ഇനി കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഇനിയുള്ള എലിമിനേഷനുകൾ നിങ്ങൾ താണ്ടുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. എലിമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്പേസിലോട്ട് മാക്സിമം വരാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള റൗണ്ടുകളിൽ നിങ്ങളുടെ ബെസ്റ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ ഒരു ട്രൈ അല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളിൽ ആരാണ് മ്യൂസിക് ലൈഫ് മെഗാ ഫൈനലിൽ വിജയിക്കുന്നത് എന്നറിയാൻ നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. റെഡി ഫോർ റിയൽ കോമ്പറ്റീഷൻ. മ്യൂസിക് വൈസ് അപ്പോ ഇനി മത്സരം മുറുകുന്നു, ജഡ്ജ്മെന്റ് മുറുകുന്നു, എലിമിനേഷൻ മുറുകുന്നു. നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് തന്നെ ഇവിടെ പെർഫോം ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോ ജഡ്ജസ്, പ്രേക്ഷകരെ, നമുക്ക് ഇനി ഒരു ചെറിയ ചടങ്ങും കൂടി ഇവിടെ ബാക്കിയുണ്ട്. ഇന്നത്തെ നമ്മുടെ മത്സരത്തിൽ 3 പേരാണ് ഗോൾഡൻ ബസ്റ്റർ നേടിയിട്ടുള്ളത്. ആ 3 പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് ആ ഗോൾഡൻ ചെയർ നേടിയെടുക്കുന്നതെന്ന് അറിയാനുള്ള ആ കാത്തിരിപ്പിന് വിരാമം ഇടുകയാണ്. അപ്പോ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ആ 3 പേരെയും നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കീർത്തന, ശ്രുതി എസ് ബാബു, ആതിര. ശ്രുതി, ആതിര, വിജയൻ, കീർത്തന, നിങ്ങൾ 3 പേരാണ് ഇന്നത്തെ പെർഫോമൻസുകൾക്ക് ഗോൾഡൻ ബസ്റ്റർ നേടിയെടുത്ത ആൾക്കാർ. അപ്പൊ ഞാൻ ഡേഞ്ചർ സോണിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കണോ അതോ കാഷ്വലായിട്ട് സംസാരിക്കണോ? ഏത് വേണം? അതാ ഒരാൾ മാറ്റി പറഞ്ഞു. ആരാ കേട്ടില്ല? ഡേഞ്ചർ സോൺ പോലെ. ഇതിൽ വലിയ ടെൻഷൻ ഇല്ലാത്ത കാര്യമാണല്ലോ. അതെ. എന്നാ അങ്ങനെ സംസാരിക്കുന്നില്ല. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ 3 പേരും നല്ല വാശിയേറി പോരാട്ടമാണ് ഇവിടെ നടത്തിയത്. 3 പേർക്കും ഗോൾഡൻ ബസ്റ്റർ നേടിയെടുക്കാൻ പറ്റി. 3 പേരും പെപ്പി സോങ്ങിലാണോ ലഭിച്ചത്? ഓക്കെ, അപ്പൊ പെപ്പി സോങ് ആയിരുന്നു ഇന്നത്തെ ഭാഗ്യ റൗണ്ട് അല്ലേ? ഓക്കെ, ശ്രുതിക്ക് ഇത് എത്രാമത്തെ ഗോൾഡൻ ബസ്റ്ററാ? 6ാമത്തെ ഗോൾഡൻ ബസ്റ്ററാണ്. ഒരു പ്രാവശ്യം ഇരുന്നു. ആതിര എനിക്ക് 3ാമത്തെയാണ്. ഒരു പ്രാവശ്യം ഇരുന്നു. ഓക്കെ, കീർത്തന 4ാമത്തെയാണ്. ഒരു പ്രാവശ്യം ഇരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ 3 പേരിൽ 2 പേര് ഓൾറെഡി ആ ഗോൾഡൻ ചെയറിൽ ഇരുന്ന ആൾക്കാരാണ്. ആതിരയ്ക്കാണ് ആ ഒരു ഭാഗ്യം വരാത്തത് അല്ലേ? ആ ഭാഗ്യം ഈ ഒരാഴ്ച ഉണ്ടാകുമോ? നോക്കാം. കീർത്തനയ്ക്ക് ഇനി ഒന്നും കൂടി ഒന്ന് ഇരിക്കണം, അടുത്ത ആഴ്ച സേഫ് ആകണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ശ്രുതിക്ക് പിന്നെ ഒരുപാട് ഗോൾഡൻ ബസ്റ്ററുകൾ കിട്ടുന്നു. ഇരിക്കാൻ പറ്റിയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തിരുന്നോളാം. അങ്ങനെയല്ല, അതിപ്പോ ആർക്കും ആഗ്രഹമില്ലാത്ത അവിടെ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് ഗോൾഡൻ ചെയർ കിട്ടിയാൽ അടുത്ത ആഴ്ച വളരെ സുഖമായിട്ട് സേഫ് ആകാൻ പറ്റും. റിസൾട്ട് പറയട്ടെ. നിങ്ങൾ 3 പേരും ഗംഭീര പ്രകടനമാണ് ഇന്ന് നടത്തിയത്. അപ്പൊ എല്ലാവരും തമ്മിൽ ചെറിയ ചെറിയ മാർക്കിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അപ്പോ ആതിര വിജിത്തിനെ ആ ഗോൾഡൻ ചെയറിൽ നിന്ന് മാറ്റി ആരായിരിക്കും ആ ചെയറിൽ ഇനി ഇരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പൊ റിസൾട്ട് പറഞ്ഞാലോ? തുടങ്ങാം. 10 9 8 7 6 5 4 3 2 1. ശ്രുതി അങ്ങനെ 6ാം പ്രാവശ്യം ഗോൾഡൻ ബസ്റ്റർ നേടി. 2ാം പ്രാവശ്യം ഗോൾഡൻ ചെയറിൽ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ 2 പേരും ഒട്ടും പുറകിലല്ല, ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ശ്രുതി ഈ പ്രാവശ്യം ഗോൾഡൻ ചെയർ നേടിയെടുത്തത്. അപ്പൊ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുക.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശ്രുതി, ഇനി നമുക്ക് ആ ഗോൾഡൻ ചെല്ലിൽ ഇരിക്കണ്ടേ? ആ കിരീടം ചൂടണ്ടേ? എന്നാ ഓടി ചെന്നോ, ആദ്യം പിടിച്ച് എഴുന്നേൽപ്പിച്ചോ. ശ്രുതിക്ക് കിരീടം അണിയിച്ചു കൊടുക്കാനായി ആശ്രയിച്ച് ഞാൻ ക്ഷണിക്കുകയാണ്. ഇറങ്ങി പോരിന് പാട്ടിട് മ്യൂസിക്കൽ പെണ്ണാട്, ഏഴ് സ്വരങ്ങളും ചേർത്ത് ഒന്നങ്ങൊത്തു പിടിച്ചാട്ടെ, ഈ തട്ടുമോളിപ്പാൻ പാട്ടിനൊപ്പം സ്റ്റെപ്പ് പിടിച്ചാട്ടെ, കൺമണിയെ പാടി എൻ സുന്ദരി നീ മ്യൂസിക്കൽ കൂട്, മുന്നിലുള്ളത് കരവല്ല പാട്ടിനോ പതിരില്ല, കാലത്തി വക്കത്തിൽ പാറി പറന്നാട്ടെ. ശ്രുതി, ആ ഗോൾഡൻ ചൈൽഡിൽ ആദ്യം ഇരിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗോൾഡൻ ബസ്റ്റർ കിട്ടിയ എല്ലാ പെർഫോമൻസിനും ആ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കാനുള്ള ഭാഗ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഇന്നത്തെ എപ്പിസോഡിന് നമ്മളിതാ താൽക്കാലികമായിട്ട് ഇവിടെ വിട പറയുകയാണ്. എന്തായാലും 11 മ്യൂസിക്കൽ വോയിസിന്റെ തകർപ്പൻ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. ശ്രുതി എസ് ബാബു ആണ് ഇന്ന് ഗോൾഡൻ ചെയർ നേടിയെടുത്തത്. അപ്പൊ ഇനി ആരായിരിക്കും അടുത്ത ആഴ്ച ആ ഗോൾഡൻ ചെയർ നേടിയെടുക്കുക, അല്ലെങ്കിൽ ശ്രുതി തന്നെ ഈ ചെയർ നിലനിർത്തുമോ? അപ്പൊ ഇതേപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത ആഴ്ച നമ്മൾ പറയുന്നതാണ്. അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച ഇതേ സമയം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സ് പവേർഡ് ബൈ MCR പ്യുർ കോട്ടൺ ക്ലബ്. ബൈ, ഗുഡ് നൈറ്റ്.